ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? വയോട്ടാ. നല്ല ചോറിലേക്കൊക്കെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കാവുന്നൊരു കറിയാണ്. നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ച കുമ്പളങ്ങയാണ്. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ യൂണിക് ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലുണ്ട് കേട്ടോ. അത് നോക്കിയാൽ ഞാൻ പൊട്ടിച്ചപ്പോഴേ കാട്ടിയെന്നുണ്ടായിരുന്നു കുമ്പളങ്ങയുടെ വലിപ്പം. നമ്മുടെ ഈ കട്ടിങ് മെഷീൻ്റെ അത്രയുണ്ട് കേട്ടാ. കട്ടിങ് മെഷീനല്ല, കട്ടിങ് ബോർഡിൻ്റെ അത്ര. അപ്പോൾ ഇതിൽ നിന്നിട്ട് ഒരു കഷ്ണമാണ് ഞാൻ എടുക്കണുള്ളൂ. നമുക്ക് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അയ്യ, നല്ല സൂപ്പറാ. അല്ല, കുറച്ച് ചോറുള്ളൂ, നല്ല കനുണ്ട്. ഇതിങ്ങോട്ട് നീക്കി വയ്ക്കാം. തൊലി ചെത്തണം കേട്ടാ. പിന്നെ നമ്മുടെ ഈ കുമ്പളങ്ങയുടെ ഈ ഉള്ളിലുള്ള ഈ ചോറ് ഇത് കളയണം കേട്ടാ. അത് പുറത്തേക്ക് പോയി. പിന്നെ അത് ഞാൻ കനം കുറച്ചിട്ട്, എത്ര മാക്സിമം കനം കുറച്ച് അരിയാൻ പറ്റുള്ളൂ അത്രയും കനം കുറച്ചും ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഇപ്പോൾ നല്ല കനമുള്ള കുമ്പളങ്ങ ആയതാണ് ഞാൻ ഇതിൻ്റെ സെൻറ്ററിലും ഇതേപോലെ ഇങ്ങനെ ആക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ചെറുതാക്കിയിട്ട് ഇതേപോലെ വേണം കേട്ടോ ഈ കറിയിലേക്ക് നമ്മൾ കുമ്പളങ്ങ നുറുക്കാനായിട്ട്. കാട്ടിത്തരാം. കണ്ടോ, നല്ല കുഞ്ഞി പൊടി പൊടി പോലെ. എല്ലാം നുറുക്കി കഴിഞ്ഞു. അപ്പം ഇതേപോലെ ചെറുതാക്കി തന്നെ നുറുക്കണം കേട്ടോ ഈ കറിയിലേക്ക്. ഇപ്പം നോക്കി നമ്മളൊരു പാത്രം കുമ്പളങ്ങയാണ് നുറുക്കി എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഞങ്ങൾ കഴുകി കൊണ്ടുവരാം കേട്ടോ. അപ്പം നമ്മുടെ ഈ കുമ്പളങ്ങയൊക്കെ കൊണ്ടുപോവാം. അപ്പം ഞാനുണ്ടല്ലോ ഇതാ കുമ്പളങ്ങ നന്നായി കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 കതിര് വേപ്പില, പിന്നെ ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി 2 ടീസ്പൂണ്, പച്ചമുളക് എരിവിന് പാകത്തിന്. ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് കാരണം 2 പച്ചമുളക് നല്ല നീളമുള്ള നമ്മുടെ വീട്ടിലത്തെ മുളകാണ്. അപ്പം അറിയാലോ, നല്ല നീളമുള്ള മുളകാണ്. അപ്പം അത് 2 ചെറുതാക്കി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പ്, ചെറിയ ടീസ്പൂൺ കേട്ടോ. അത് കാരണം 2 ടീസ്പൂണ് ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി. അതും എന്താ ചെറിയൊരു ടീസ്പൂൺ ഉണ്ട്, 1 ടീസ്പൂൺ. പിന്നെ ഇത് നാളികേരത്തിൻ്റെ 2ാം പാല്. അതായത് ഒരു വലിപ്പുള്ള ഒരു മുറിയാണെങ്കിൽ 1 മുറി നാളികേരത്തിൻ്റെ പാല് ആണിത്. അതല്ല, ചെറിയ നാളികേരമാണെങ്കിൽ 1 നാളികേരം എടുക്കണം കേട്ടോ. കാരണം നമ്മുടെ കുമ്പളങ്ങയിലേക്ക് നാളികേരം പാലൊക്കെ നന്നായിട്ടുണ്ടെങ്കിലാണ് രസം ഉണ്ടാവുക ഈ കറിക്ക്. അപ്പം ഞാനൊരു 2ാം പാല് ഒരു 3 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി അടിച്ചെടുത്തിട്ടുള്ള പാലാണ് ഒഴിച്ചെടുക്കുക. നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ കത്തിച്ച് നമ്മളിതാ ചട്ടി അടുപ്പുമ്പോൾ കയറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇത് നാളികേരം പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ ചിലപ്പോൾ തിളച്ച് പോകാൻ സാധ്യതയുണ്ട്. കാരണം തീയൊക്കെ അതിനനുസരിച്ച് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ തിളച്ച് പൊന്താം. അപ്പോൾ തിളച്ച് പോയ കറിയുടെ ടേസ്റ്റും കൂട്ടാം. അപ്പോൾ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ആവി വരുമ്പോഴേ തന്നെ തുറന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നതാണ്. അപ്പം നോക്കിയേ, നമ്മുടെ കലത്തിൻ്റെ സൈഡിൽ കൂടെ ആവി പോയി തുടങ്ങി. നമുക്ക് തുറന്ന് നോക്കാം. കണ്ട പൊന്തിന് കണ്ട തിളച്ച്. അപ്പോൾ നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊന്തിപ്പോവും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ മൂടി വയ്ക്കണ്ട. തള ഞാൻ കാട്ടിത്തരാം. ആ രീതിയിലായതിന് ശേഷം മൂടി വെച്ചാൽ മതി കേട്ടോ.
ഇതേപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുമ്പളങ്ങ വേവിച്ചെടുക്കാം. ഞാൻ ഫുൾ തീയിൽ തന്നെയാണ് വെച്ചിട്ട് അടച്ച് വെക്കുന്നത്. നമ്മളിത് അടച്ച് വെച്ചാലും നാളികേരം പാല് വെക്കണ കാരണം ചിലപ്പോൾ വീണ്ടും പൊന്തി വരാട്ടോ. ചിലപ്പോഴല്ല എന്തായാലും പൊന്തി വരാം. അപ്പം ഇടയ്ക്കൊന്നും ഇങ്ങനെ തുറന്നിട്ട് ഇളക്കി വീണ്ടും പുറത്തോളം കണ്ട. നമ്മളിപ്പോൾ അടച്ച് വെച്ച് ഞാനിത് പറയുമ്പോഴേക്കും തന്നെ പൊന്തി തുടങ്ങി. കാരണം ഈ കറി വെക്കുമ്പോഴേ നമ്മൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നെയ്യ് പോയിട്ട് വരാണെങ്കിൽ നമ്മുടെ കറി എന്തായാലും തിളച്ച് പോകും. പക്ഷെ മൂടി വയ്ക്കാണ്ട് നമുക്ക് കുമ്പളങ്ങനെ വേവിച്ചെടുക്കാനും പറ്റില്ല. കാരണം തുറന്ന് വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചാറൊക്കെ വറ്റി കുറയുകയും ചെയ്യും. അപ്പോൾ പിന്നെ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല. അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാലും ആ ടേസ്റ്റ് കിട്ടില്ല. ഈ നാളേരം പാലിൽ എണ്ണ കിട്ടുന്നത് വെന്താലാണ് നമ്മുടെ ആ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുക. നമുക്ക് കുമ്പളങ്ങ വെന്തോന്ന് നോക്കാം. കുമ്പളങ്ങ വെന്തുണ്ട്, കണ്ടാൽ തന്നെ അറിയാം നമുക്ക് കുമ്പളങ്ങ വെന്തിട്ടൊക്കെ എടുക്കണേ. കണ്ട ഇനി ഇതിലേക്ക് ഇനി വേണമെങ്കിൽ ഞാനൊരു കഷ്ണം എടുത്തിട്ട് കാട്ടി തരാം കേട്ടോ. ഇത് കണ്ടാ വെന്തു. ഞാൻ അതാ തീ ഓഫ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ഈ അടിച്ച് വെച്ച ഒന്നാം പാലുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കും. അര ഗ്ലാസിൻ്റെ അടുത്തേക്ക് കേട്ടോ ഒന്നാം പാല് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. നല്ല ചോറിലേക്കൊക്കെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കാവുന്നൊരു കറിയാണ്. നല്ല ടേസ്റ്റുമാണ്. ഇനി നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ അതാ തീ കത്തിച്ച് ഒരു ചീനച്ചട്ടി എടുക്കുമ്പോൾ കയറ്റിയിട്ടുണ്ട്. ഈ ചീനച്ചട്ടി ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് ചൂടായി വിട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വിട്ടെ കേട്ടോ. നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ കുഞ്ഞു ഉള്ളിയിൽ ഇത് 6 എണ്ണതാ നല്ല വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്കിത് ആക്കിയെടുക്കണം. അപ്പം നോക്കിയാൽ നമ്മുടെ ഉള്ളി ഇതേപോലൊരു കളർ വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. നേരെ നമ്മുടെ കറിയിൽ പോയി കൊടുക്കാം കേട്ടോ. എടുത്തിട്ട് നമുക്ക് ചീനിച്ചട്ടി നോക്കാം. നമുക്ക് നോക്കിയേ നമ്മുടെ കറി റെഡി ആയിട്ടാ. ഭയങ്കര രസമുള്ളൊരു കറിയാണ്. ഇനി ടേസ്റ്റ് ഷായറ്റിനെ വിളിക്കട്ടെ കേട്ടാ. നല്ല ഒഴിച്ച് കറി കേട്ടാ. വേണ്ട ചോറും കുമ്പളങ്ങയും എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കുന്നത് പ്രത്യേക ടേസ്റ്റ്. ഭയങ്കര രസമാണ്. വേറെ ഒന്നും വേണ്ട, വേറെ ഒറ്റ കറികളും വേണ്ട, കറിയും വേണ്ട, പപ്പടം വേണ്ട. നമുക്ക് വെറുതെ ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ കഴിക്കാം. ഭയങ്കര രസമാണ്. രസമായിട്ടുള്ള കറിയാ. പെട്ടെന്ന് വയ്ക്കുകയും ചെയ്യാല്ലേ. പെട്ടെന്ന് വയ്ക്കാം. നാളികേരം പാലെടുക്കണ്ട, ഒരു ചെറുക ടൈം അത്രയ്ക്കുള്ളൂ. കറി അത് നാളികേരം പാലെടുത്ത് വെച്ചാ പിന്നെ കറി പെട്ടെന്നായി. ഭയങ്കര രസം തന്നെയാണ്. ഉള്ളിക്ക് കഴിച്ചപ്പോ പ്രത്യേകിച്ച് നിർത്തല്ലേ. അപ്പൊ എല്ലാവരും ഇതൊന്നും നോക്കിയോളാം. അടിപൊളി കറി കേട്ടാ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിരിക്കും.